2 ബോക്സ് ആയിട്ടാണ് ബെഡ് ഫ്രെയിം ബെഡ് അസംബ്ലി ചെയ്യുന്നത്. ദിസ് ഈസ് അവർ ലഞ്ച്. ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഓർഡർ ചെയ്ത ഫർണിച്ചറൊക്കെ വന്നിട്ടുണ്ട്. ഐക്കയുടെ ബെഡ് ഫ്രെയിമും പിന്നെ മാട്രസും വന്നിട്ടുണ്ട്. മാട്രസ് എമ്മ ബ്രാൻഡിൻ്റെ മാട്രസാണ്. അപ്പോൾ അത് അസംബിൾ ചെയ്യാൻ പോവുകയാണ്. ഞാൻ റെഡി ആയിട്ട് നമുക്ക് അത് അസംബിൾ ചെയ്യാം. ഐക്കയുടെ ബെഡ് ഫ്രെയിം ഞാൻ വീഡിയോ നോക്കിയപ്പോൾ വലിയ ബുദ്ധിമുട്ടില്ല. പിന്നെ എന്താ പറയുക, എൻ്റെ അടുത്ത് ഇതൊന്നുമില്ല, സ്ക്രൂ ഡ്രൈവർ ഉണ്ട്, പക്ഷെ മറ്റേ കൈ കൊണ്ട് തിരിക്കുന്നതാണ്. അപ്പോൾ മാനുവലി ചെയ്യാൻ പറ്റിയ പണിയേ ഉള്ളൂ എന്നാണ് ഞാൻ യൂട്യൂബിലൊരു വീഡിയോ കണ്ടപ്പോൾ തോന്നിയത്. ഇപ്പോൾ ഇവിടുത്തെ വെതർ തണുപ്പായിട്ട് വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ സ്കിന്ന് ഓൾറെഡി ഭയങ്കര ഡ്രൈ ആണ്. അപ്പോൾ ഈ 2-3 ദിവസമായിട്ട് ഭയങ്കര ചുണ്ടൊക്കെ വരണ്ട് പോകണം. ഞാൻ ഈ ബയോഡെർമയുടെ ക്രീമാണ് ഉപയോഗിക്കാറ്. ഡ്രൈ സ്കിന്നുള്ളവർക്ക് നല്ല ക്രീമാണ്, നല്ല മോയ്സ്ചറൈസിങ്. ലാറ്റ്വിയിൽ പോയപ്പോൾ അവരവിടെ ഇക്കാക്കൊക്കെ ഇതാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഇതിലേക്ക് മാറിയത്. ഇതിപ്പോൾ ഇവിടെ വന്നിട്ടും ഞാൻ ഇതന്നെ ഉപയോഗിക്കാറ്. അതായത് ചൂടുള്ള സമയത്ത് കുറച്ച് തേക്കും, അല്ലാത്ത സമയത്ത് കുറച്ചധികം തേക്കും. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഒറിയോൺ മോളിൽ പോയിട്ട് ജ്യൂസി കെമിസ്ട്രി ഓർഗാനിക് പ്രോഡക്റ്റ്സാണ്. അവർക്ക് മേക്കപ്പും തുടങ്ങിയിട്ടുണ്ട്. അവർ പുതിയതായിട്ട് തുടങ്ങിയ സൺസ്ക്രീൻ മേടിച്ച്, പിന്നെ അതായത് കൺസീലറും പിന്നെ ഒരു ലിപ്സ്റ്റിക്ക്. ഓൾറെഡി എൻ്റെ അടുത്ത് വേറൊരു ഷെയ്ഡുണ്ട്, ഇത് തീരാനായതുകൊണ്ട് ഇതന്നെ മേടിക്കാമെന്ന് വിചാരിച്ച് പോയതാണ്. ഇത് ഡാലിയ എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡ്, പക്ഷെ ഇത് കിട്ടിയില്ല. വേറൊരു ഷെയ്ഡ് ഓൾ സ്പൈസ് എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡാണ് ഓർഡർ ചെയ്തത്. നമുക്ക് ഇന്നത് ഇട്ട് നോക്കാം. ഞാനങ്ങനെ മേക്കപ്പൊന്നും ഉപയോഗിക്കാറില്ല, പക്ഷേ ആ ഫുഡ് പോയ്സൺ വന്നു കഴിഞ്ഞിട്ട് കണ്ണിൻ്റെ അടി ആകെ ഭയങ്കര കറുത്തിരിക്കണം. അപ്പോൾ ഭയങ്കര ഡള്ളായിട്ടിരിക്കണ പോലെ. അപ്പോൾ ഞാൻ ഈ കൺസീലർ വാങ്ങി നോക്കിയതാണ്. അപ്പോൾ ആദ്യം സൺസ്ക്രീൻ ഇട്ടേക്കാം. ബെഡ് അസംബ്ലി ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ട് വന്ന മാട്രസ്. എമ മാട്രസ് എന്നാണ് പേര്. ഇത് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ ഈയിടെയായിട്ട് ഭയങ്കര പോപ്പുലറാണ്. ഇങ്ങനെ തുറക്കുമ്പോൾ വിടുന്ന തന്നെ ബെഡില്ലേ, അതാണ് ഓർഡർ ചെയ്തത്. നല്ല റിവ്യൂയൊക്കെയാണ് കേൾക്കുന്നത്. ഞാൻ ഉപയോഗിച്ചിട്ട് പറയാൻ എങ്ങനെയുണ്ട്. അപ്പോൾ ഇത് വന്നിട്ടുണ്ട്. പിന്നെ ഐക്കയിൽ 2 ബോക്സ് ആയിട്ടാണ് ബെഡ് ഫ്രെയിം കിട്ടുന്നത്. ഇത് നമുക്ക് റൂമിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് അസംബിൾ ചെയ്യാം. ഇനി നമുക്ക് ആ സൈഡിലേക്ക് നീക്കി വെക്കാം. ഏതാണ് ഫസ്റ്റ്? ഇത് മണ്ണെണ്ണ ഏരിയയിലാണ്. വെച്ചിട്ട് നോക്കാം. ഇത് 2 ആണ്. അപ്പോൾ മറ്റേതാണ് ആദ്യം പൊട്ടിക്കേണ്ടത്. നമുക്ക് പുറത്തേക്ക് ഇടേക്കാം. ഫസ്റ്റ് പറഞ്ഞ ഇതെത്ര ഉണ്ട്.
ഒരു സ്ക്രൂവും ഒരു സ്ഥലത്താക്കി വെക്കണം. നിന്നെ കാണിക്കണം പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ബുക്കുണ്ട് ഓരോന്ന് സ്റ്റെപ്പ് വൈസ്. അപ്പോൾ ആദ്യം നമ്മളിത് തുറന്ന് വെച്ച് പിന്നെ ഈ സ്ക്രൂ ഇതല്ല ഇതാണ്, ഇതൊന്നും അല്ല ഇതാണെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. കണ്ടുപിടിക്കാൻ ഇത് കണ്ട കറക്റ്റ്. ഇതിന് ഈ ഒരു സാധനം വെച്ചിട്ട് നമ്മൾ ഇത് വെച്ചിട്ട് ചെയ്യണം. സ്ക്രൂ ഡ്രൈവറിൻ്റെ ഒന്നും ആവശ്യമില്ല, അതിൽ തന്നെ തന്നിട്ടുണ്ട് ചെയ്യാം. നമുക്കിത് ഇടാൻ തോന്നി. ഫസ്റ്റ് 2 പേജ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇത്രയും ആയപ്പോഴത്തേക്കും വിശന്ന് തുടങ്ങി. വലിയ പണിയെടുത്ത പോലെ അല്ലേ? അതെ, ഭയങ്കര വിശപ്പ്, സഹിക്കാൻ വയ്യ. നമ്മളെന്താണ് ഓർഡർ ചെയ്യാൻ പോണ? ബിരിയാണി എത്തി. നക്കട്ടെ. ഞാനൊരു ഡൈനിങ് ടേബിൾ സെറ്റപ്പ് കണ്ടില്ലേ? തലേന പിന്നെ ഇപ്പോഴത്തെ കാർഡ് എൻ്റെ മാത്രം, കാരണം മ്യൂസിക്കിൽ സോഡ കുടിച്ചു. അപ്പം ഇല്ല, 2 ഉപ്പില്ല, ഒരു ബിരിയാണി 2 വാഴയില്ല. വാഴയിലൊന്നും ഫുള്ളും എനിക്ക് നല്ല ഇഷ്ടം. എന്നിട്ട് കിടന്ന് ഉറങ്ങരുത്. വീട്ടിലിട്ട് തിന്നാലോ? അപ്പൊ നല്ല കൈ എടുത്ത് തിന്നാ. ശരിയാ, നീ എടുത്തിട്ട് വരും, ഞാൻ സെറ്റായി. ഞാനെല്ലാം ചെയ്തത്. ഇപ്പൊ കാലിരിക്കുക എൻ്റെ ഡീല്. മറന്നൂല. ഒരെണ്ണത്തിന് പോലും. പക്ഷെ ഇതിൽ ആദ്യം തന്നെ എനിക്ക് കുറെ ഇലൊക്കെ കണ്ടു, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അതുകൊണ്ട് ഇതെല്ലാം ഞാൻ ചവച്ചരച്ചരക്കും. അപ്പൊ എല്ലാം ഉള്ളിലരിയുന്നുണ്ട്. So this is our lunch ബിരിയാണി. മാലു ഒരു ക്ഷമയില്ല, കഴിച്ചോടക്കട്ടെ. എന്റെ ഗസ്റ്റിനെ
ഇതിലിങ്ങനെ കൊടുത്താണോ ഇത്? ആ, ഓക്കെ. അങ്ങനെ എത്ര മണിക്കൂറായി? കുറേ മണിക്കൂറേ 11 മണി തുടങ്ങിയിട്ട് ഇപ്പം എത്ര മണിയായി? ഒന്ന് നോക്കൂ വാച്ചില്ലല്ലേ. അങ്ങനെ 6 മണിക്കൂറത്തെ പ്രയത്നം ബെഡിൻ്റെ ഫ്രെയിം റെഡിയായി. ഇതിൻ്റെ എന്തോ ഒരു ചെറിയ പ്രശ്നമുണ്ട് ഇവിടെ. അത് കണ്ട സ്ക്രൂ, അത് ഇതിൻ്റെ എന്തോ ശരിയല്ല. പക്ഷെ ഇത്രയും പണിത് കഴിഞ്ഞിട്ട് ഇനി ഇത് തിരിച്ചു കൊടുക്കണ കാര്യം ആലോചിച്ചിട്ട് പറ്റണില്ല. അതുകൊണ്ട് കിടന്നു നോക്കിയിട്ട് വീണില്ലെങ്കിൽ ഇതെന്നെ വെക്കാമെന്ന് വിചാരിക്കണം. ഇനി ബെഡ് എടുത്തിട്ട് വരാം. സോ ഇതിൻ്റെ പേര് അവേക്കൻ എന്നാണ് അതിൽ പറയാം. യുവർ ബെസ്റ്റ് നിങ്ങളെ നല്ലതിനെ എഴുതിപ്പിക്കാനാണ്. ഉറങ്ങാനുണ്ട് ബെഡ് ഇവിടെ. വീഡിയോയിലൊക്കെ കണ്ടപ്പോഴേ എല്ലാം നല്ല സുഖത്തിൽ നോക്കിയിരുന്നിട്ട് വെയിറ്റ്ലെസ് ആണെന്ന് പറഞ്ഞിട്ട് നമുക്കത് കൊട്ടിയിടാം. കൊട്ടണേഞ്ഞ് വിട്. നിനക്ക് അങ്ങനെ തന്നെ കൊട്ടണം നിർബന്ധം. ഇങ്ങനെ കൊട്ടിക്കൂടെ? ഇവരുടെ ഒരു ബെഡ് ടൈം സ്റ്റോറിയാണ്. എന്തൊക്കെയുണ്ട്. ഒരു നൈഫുണ്ട് ഇത് പൊളിക്കാനായിട്ട്. അപ്പം ഞാൻ ടൈം ലാപ്സിലിട്ട് ഇനി കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ ഐക്കേന്ന് വാങ്ങിയ ബെഡ് ഫ്രെയിമും ബെഡും നമ്മൾ തിരിച്ചു കൊടുത്ത്. ബെഡ് സൈസ് ചെറുതായിരുന്നു, ആ ഫ്രെയിമിനേക്കാളും ഒരു ഇത്രയും ഭാഗം ചെറുതായിരുന്നു. ബെഡ് ഫ്രെയിം ആണെങ്കിൽ ഞാൻ പറഞ്ഞില്ല, അതിൻ്റെ സ്ക്രൂ ലൂസാണ്. അപ്പോൾ
ഞാൻ അത്രയും പണിയെടുത്ത് സെറ്റാക്കിയോണ്ട് അതെന്നെ വെച്ചാലോ എന്ന് ആലോചിച്ചു. പക്ഷെ നമ്മൾ എന്തായാലും വാങ്ങിക്കില്ല. അപ്പോൾ ഡിഫോൾട്ട് അത് നമ്മുടെ പ്രശ്നമല്ല, അവരുടെ ഭാഗത്തു നിന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് ഡിലേ ആയി. ആക്ച്വലി ഐക്യ അങ്ങനെ വേഗം ആവേണ്ടതാണ്. ആദ്യത്തെ ആളെ വിളിച്ചത് പെട്ടെന്ന് അവർ അതിന് റെസ്പോൺസ് ഒന്നും തന്നില്ല. പിന്നെ രണ്ടാമത് വേറെ കോൾ ചെയ്തപ്പോൾ വേഗം തന്നെ അവരെന്നെ വന്ന് കൊണ്ടുപോയി. എമ മാട്രസിൻ്റെ കാര്യം ഞാൻ റിവ്യൂ ഒക്കെ വായിച്ചപ്പോൾ കുറേ ടൈം എടുക്കണ്ടെന്ന് കണ്ടെങ്കിലും വേഗമായിരുന്നു. അവർ 3-4 ദിവസം കൊണ്ട് ആദ്യത്തെ ഓർഡർ ഡെലിവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ റിട്ടേൺ കുറച്ച് നാൾ പിടിച്ചിട്ടാണ്. എന്നാലും അത് ഇതാക്കി നമ്മൾ വേറെ ഓർഡർ ചെയ്ത് നമ്മൾ റിട്ടേൺ ചെയ്ത് വേറെ ഓർഡർ ചെയ്ത്. ഇപ്പം എന്താ സംഭവം എന്ന് വെച്ചാൽ ബെഡ് ഫ്രെയിം ഓക്കെയാണ്, പുതിയത് വന്ന് എല്ലാം സെറ്റാണ്. പുതിയ വന്ന എമ മാട്രസിൻ്റെ സൈസ് കുറച്ച് വലുതാണ്. അത് എനിക്ക് സെൻറ്റിമീറ്ററും ഇഞ്ചും തമ്മിൽ മാറിപ്പോയതാണെന്ന് തോന്നുന്നത്. ഒരു ഇത്രയും കൂടുതലാണ്. അപ്പോൾ ഐക്യയിലെ ബെഡ് ഞാൻ വിചാരിച്ചത് ക്വീൻ സൈസ് എന്ന് പറയുമ്പോൾ ഒരു സ്റ്റാൻഡേർഡ് സൈസ്. അപ്പോൾ എമ മാട്രസിൽ നോക്കുമ്പോൾ ഡബിൾ ക്വീൻ എന്ന് പറഞ്ഞിട്ട്, അതായത് ഡബിളിലാണ് ക്വീനും വന്നേക്കണത്. അപ്പോൾ 2 സൈസാണ് കാണിച്ചത്. ആദ്യം ഞാൻ അതിൽ ചെറിയ സൈസ് ഓർഡർ ചെയ്തപ്പോൾ ചെറുതായിരുന്നു. അപ്പോൾ ഞാൻ വലുത് എന്തായാലും പാകാമെന്ന് വിചാരിച്ചിട്ടാണ് അത് ഓർഡർ ആക്കിയത്. പക്ഷെ ഇപ്പോൾ അത് വലുതാണ്. അഡ്ജസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കിടക്കണില്ല. അപ്പോൾ ഞാനത് റിട്ടേൺ ചെയ്യാമെന്ന് വിചാരിച്ചു. ഐക്യയിലെ മാട്രസ് തന്നെ വാങ്ങിക്കാമെന്ന് വിചാരിക്കണം. റിവ്യൂസ് നോക്കുമ്പോൾ 50-50 ആണ്. ചിലർ പറയുന്നത് തീരെ മോശമാണെന്ന്, ചിലർ പറയുന്നത് നല്ലതാണെന്ന്. അപ്പോൾ നമ്മളെന്തായാലും ഐക്യയിലെ മാട്രസ് തന്നെ വാങ്ങിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതിൻ്റെ ഓർഡറിന് കൊടുക്കണം. അതുകൊണ്ട് ബെഡിൻ്റെ കാര്യം ഇതുവരായിട്ടില്ല. നമ്മളെപ്പോഴും തറയിൽ തന്നെയാണ് കിടക്കുന്നത്. ഈ ആഴ്ച 2 വീഡിയോ ഉണ്ടാവും. ഇന്നും നാളെയും ഞാൻ വീഡിയോ ഇടുന്നുണ്ട്, അതായത് സാറ്റർഡേ ആൻഡ് സൺഡേ. അടുത്ത വീക്ക് തുടങ്ങി നമുക്ക് ക്രിസ്മസ് വീഡിയോസാണ് വരുന്നത്. അപ്പോൾ എന്തായാലും നാളത്തെ വീഡിയോയിൽ കാണാം. അതായത് ബൈ.